വിലവർദ്ധനവിൽ പ്രതിഷേധം ശക്തം. മെയ് 6-ന് ഹോട്ടലുകൾ അടച്ച് സമരം ചെയ്യുമെന്ന് KHRA അറിയിച്ചു. വാണിജ്യ പാചകവാതക വില കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ ഹോട്ടലുകൾ മെയ് 6 ബുധനാഴ്ച അടച്ചിടുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അറിയിച്ചു. വിലവർദ്ധനവ് ഒഴിവാക്കുക, വാണിജ്യ പാചകവാതകത്തിന് സബ്സിഡി അനുവദിക്കുക, ആവശ്യാനുസരണം ഇന്ധനം ലഭ്യമാക്കുക തുടങ്ങി ആവശ്യങ്ങളാണ് അസോസിയേഷൻ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഹോട്ടലുകളുടെ പ്രവർത്തനം സുഗമമായി കൊണ്ടുപോകുവാൻ സാധിക്കില്ലെന്നും എത്രയും വേഗം ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് പാർത്ഥസാരഥി അറിയിച്ചു. ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഭക്ഷണ വിതരണ മേഖലകൾ ഉപയോഗിക്കുന്നതായ ഗ്യാസിൻ്റെ വില 1000 രൂപയോളം കൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 3085 രൂപയാണ് ഇപ്പോൾ കൊമേഴ്ഷ്യൽ ഗ്യാസിൻ്റെ വില. ഈ യുദ്ധത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇത്തരം വൻ വില വർധനവ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് ഹോട്ടലുകാരെ സംബന്ധിച്ച് മാത്രമല്ല, ഇവിടുത്തെ സമൂഹത്തെ സംബന്ധിച്ച് തന്നെ വലിയൊരു തിരിച്ചടിയായിട്ട് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, നിത്യോപയോഗ സാധനങ്ങൾ വില വർധന മൂലം പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ഗ്യാസിൻ്റെ വില വർധനവ് ഹോട്ടലുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭക്ഷണത്തിൻ്റെ വില വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നാമമാത്രമായ രീതിയിൽ വില വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ഇവിടുത്തെ ഉപഭോക്താക്കൾക്ക് വൻ ബാധ്യതയായിട്ട് മാറും എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, പാചകവാതകത്തിൻ്റെ വില വർദ്ധിപ്പിക്കുകയും ഒപ്പം തന്നെ അതിൻ്റെ വിതരണം തന്നെ താറുമാറായി കിടക്കുന്ന സാഹചര്യത്തിൽ പലരും വിറകടുപ്പിന് മാറുന്ന ഒരു സാഹചര്യം, അതായത് നല്ലൊരു തുക വിറകടുപ്പിന് വേണ്ടി ചിലവാക്കിക്കൊണ്ട് വിറകടുപ്പിലേക്ക് മാറുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വിറകിന് ഏകദേശം ടണ്ണിന് 500-600 രൂപയോളം തന്നെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ ഹോട്ടൽ പ്രസ്ഥാനം നടത്തിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ്. കൂടാതെ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ പെട്രോളിയം വില വർധനവ്, പാലിൻ്റെ വില വർധനവ് എല്ലാം കൊണ്ടും തൊഴിലാളി ക്ഷാമം, ഇപ്പോൾ ആസാം, ബംഗാൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾ പോവുകയും നാമമാത്രമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഹോട്ടലുകൾ നടത്തുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. എത്രത്തോളം കാലം ഇങ്ങനെ ഹോട്ടലുകൾ നടത്താൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് തന്നെ പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ആയതിൻ്റെ പേരിൽ ഈ വരുന്നതായ മെയ് 6-ന് ഇത്തരം വില വർധനവിനെ ആസ്പദമാക്കിക്കൊണ്ട് സംസ്ഥാന വ്യാപകമായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുകയും ഒപ്പം തന്നെ കടയടപ്പ് സമരവുമായിട്ട് മുന്നോട്ട് പോകാനാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. ഗ്യാസിന് വില വർദ്ധിച്ചതോടെ ഭക്ഷണ സാധനങ്ങൾക്കും വില വർദ്ധിക്കും. ഇത് കൂടുതൽ പ്രതിസന്ധികൾക്കും കാരണമാകും. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.